ഇന്ന് നമുക്ക് നല്ല തേങ്ങ ചുട്ടരച്ച ചമ്മന്തിയും അതുപോലെ വൈകുന്നേരം നല്ല കഞ്ഞിയായാലോ കൂട്ടുകാരെ. കുഞ്ഞാദ്യമായിട്ട് കേട്ടോ ഇങ്ങനത്തെ തേങ്ങ കാണുന്നത്. കാരണം നമ്മളിവിടെ വന്നിട്ടൊന്ന് സെറ്റായി വരുന്നതേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ മിക്സിയൊക്കെ വാങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ തേങ്ങ വാങ്ങിച്ചിട്ടായിരുന്നു, തേങ്ങ പൊടിയായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ തേങ്ങ ഇങ്ങനെ അരിഞ്ഞു ഇട്ടു മിക്സിയിൽ അരയ്ക്കാൻ വേണ്ടിയിട്ടേ, നമുക്ക് ചിരവില്ലേ. പിന്നെ ഇങ്ങനെ ഉള്ളിയും തേങ്ങയൊക്കെ ഒന്ന് അടുപ്പിൽ ചുട്ടെടുക്കുമ്പോൾ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റാണല്ലോ. നമുക്ക് അടുപ്പുണ്ടാക്കാനുള്ള സാഹചര്യമൊന്നും ഇവിടെ ഇല്ലേ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഗ്യാസിൽ കത്തിയിലൊക്കെ കുത്തി വെച്ചു, കാരണം കൈ പൊള്ളല്ലോ. പിന്നെ ഇങ്ങനെ തേങ്ങയും അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തു, ഒത്തിരി അങ്ങല്ല എന്നാലും ചെറുതായിട്ട് ഒന്ന് വാട്ടിയെടുത്തു. അതെല്ലാം ഒന്ന് മിക്സിയുടെ ബൗളിലോട്ടിട്ടു. ചമ്മന്തിക്കുള്ളതെല്ലാം സെറ്റാക്കുവാണ്. ഉള്ളി അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടത്. തേങ്ങ ഇങ്ങനെ നമുക്ക് അരയുമ്പോൾ ഭയങ്കര പാടാണല്ലോ. പിന്നെ ഇച്ചിരി കരിയാപ്പില രാവിലെ ഇവിടെ സിസ്റ്ററിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. കരിയാപ്പില ഇട്ടു. പിന്നെ പുളി ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. നമ്മുടെ നാട്ടിലെ പോലെ നല്ല പുളിയൊന്നും അല്ല, ഭയങ്കര ഹാർഡായിട്ടിരിക്കും, ഭയങ്കര കട്ടിയാണ്. എന്നാലും ഒരു ടേസ്റ്റ് കുഴപ്പമില്ല. പിന്നെ പുളിയാന്ന് പറഞ്ഞ് ഇടാം. അങ്ങനെ ഇച്ചിരി പുളി ഇട്ടു. പിന്നെ ഈ വറ്റൽമുളകിൻ്റെ പൊടി ഉണ്ടല്ലോ, അതാണ് ഇട്ടത്. കാരണം നമുക്ക് വറ്റൽമുളക് മേടിച്ചത് ഇരിപ്പില്ലായിരുന്നു. അപ്പോൾ അത് വറുത്തിടുമ്പോൾ വേറെ രുചിയാണ്. എന്നാലും ഞാനിപ്പോൾ പൊടി ഇട്ടത്. പിന്നെ അവനിവിടെ ഇരുന്ന് എന്തൊക്കെയോ വികൃതിയാണ്. ചേട്ടായും കൂക്കും കൂടി പച്ചക്കറിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടൊന്ന് പോയിക്കുവാണേ. നമ്മളിവിടെ ഞായറാഴ്ച ദിവസം ഇങ്ങനെ പച്ചക്കറി വാങ്ങാൻ പോകുന്നത്. ഇവിടെ പച്ചക്കറിക്കൊക്കെ നല്ല വിലക്കുറവാണ്. ഉരുളക്കിഴങ്ങിനൊക്കെ 10 രൂപയൊക്കെ ഉള്ളൂ, സവോളയൊക്കെ 10 രൂപ ഉള്ളൂ, 5 കിലോയൊക്കെ 50 രൂപ. പിന്നെ ഇവിടെ ക്യാരറ്റ് ഉണ്ട്, നല്ല റെഡ് കളറിലിരിക്കും, നല്ല നീളമാണ്. ക്യാരറ്റും തക്കാളിയും കിഴങ്ങും വഴുതനങ്ങയും അങ്ങനെ കുറേ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഇനി എനിക്കൊരു 5 സ്റ്റാർ കിട്ടി. പിന്നെ ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് 2 മുട്ട ഇങ്ങനെ ഒന്ന് ചിക്കി തുറത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ വറുക്കാൻ വെച്ചു. എനിക്ക് മീൻ വറുത്തത് ഇങ്ങനെ മുളകിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അന്നേരത്തേക്ക് നമ്മുടെ ചമ്മന്തി റെഡിയായി. ഇനി നാളത്തേക്ക് അരി വെള്ളത്തിലിട്ടായിരുന്നു, ഇഡ്ഡലിക്ക് അരച്ച് വെക്കണം. കഞ്ഞി കുടിച്ചാൽ മതി ഇനി. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.